ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യത്തിന്റെ രണ്ടാം ഗഡു അനുവദിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഈ വയോധിക. നേരത്തെ NCTVയുടെ ഇടപെടലിലാണ് കല്യാണിക്ക് അവകാശപ്പെട്ട ആനുകൂല്യത്തിന്റെ ആദ്യ ഗഡു ലഭ്യമായത്. സന്തോഷമായിരിക്കും. എനിക്ക് ആരും സഹായിക്കാനില്ല. എനിക്ക് സന്തോഷമായിരിക്കും. ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് പോവാണ്. എനിക്ക് സന്തോഷമായിരിക്കും. എല്ലാവർക്കും നന്ദി. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി എനിക്കെന്റെ കണ്ണിന്റെ ശസ്ത്രക്രിയ നടത്തണം. മുപ്ലിയം ഓഞ്ഞാടൻ വീട്ടിൽ കല്യാണി എന്ന വയോധികയുടെ വാക്കുകളിലും മുഖത്തും ഇപ്പോൾ ആശ്വാസം അലയടിക്കുകയാണ്. 30 ദിവസത്തിനകം അവകാശപ്പെട്ട ആനുകൂല്യത്തിന്റെ രണ്ടാം ഗഡു തുകയായ 7500 രൂപ ഇവരുടെ അക്കൗണ്ടിലെത്തുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് ഇവർക്ക് ലഭിച്ചു. 60 വയസ്സുവരെ ക്ഷേമനിധി ബോർഡിൽ കല്യാണി കൃത്യമായി തന്റെ അംശാദായം അടച്ചു പോന്നിരുന്നു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യത്തിനായി പണം അടച്ചതിന്റെ എല്ലാ രേഖകളും ക്ഷേമനിധി ഓഫീസിൽ നൽകിയിരുന്നുവെങ്കിലും ആനുകൂല്യം ലഭ്യമായില്ല. ഇത് സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ സഹായത്തോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കല്യാണിക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായ KG രവീന്ദ്രനാഥ് വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. പരാതി ബോധ്യപ്പെട്ട കമ്മീഷൻ ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുകയും ആനുകൂല്യത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 2023 മെയ് മാസത്തിൽ കല്യാണിക്ക് 7500 രൂപ അക്കൗണ്ടിലെത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് രണ്ടാം ഗഡു ലഭിക്കാൻ വൈകിയതോടെ കല്യാണി വീണ്ടും രവീന്ദ്രനാഥിന്റെ സഹായം തേടുകയായിരുന്നു. ഇദ്ദേഹം വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിലാണ് ഇപ്പോൾ രണ്ടാം ഗഡു അയക്കുന്നതിന് ഫണ്ട് സർക്കാർ അനുവദിച്ചതായും 30 ദിവസത്തിനകം 7500 രൂപ കല്യാണിയുടെ അക്കൗണ്ടിൽ എത്തുമെന്നും അറിയിച്ചുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ലഭിച്ചത്. ഈ അമ്മയുടെ കർഷക തൊഴിലാളി ക്ഷേമ നിധിയിലത്തെ പൈസ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഇവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുകൾ കയറിയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ഗഡു 2023 കിട്ടി. പിന്നത്തെ ഗഡു വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ അപ്പീൽ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 30 ദിവസത്തിനുള്ളിൽ ഈ അമ്മയ്ക്ക് പൈസ കൊടുക്കാമെന്ന് ബോർഡ് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഹിയറിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തോടു കൂടി ഈ കേസ് അവസാനിച്ചു. അമ്മ ഹാപ്പിയാണ്, അതിലുപരി ഞാനും ഹാപ്പിയാണ്. ഇരു കണ്ണുകൾക്കും തിമിരം ബാധിച്ച കല്യാണി തുക കയ്യിൽ കിട്ടിയാൽ ഉടൻ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ച വീണ്ടെടുക്കാനുള്ള സന്തോഷത്തിലാണ്. സന്തോഷമായിരിക്കും. എനിക്ക് ആരും സഹായിക്കാനില്ല. എനിക്ക് സന്തോഷമായിരിക്കും. ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് പോവാണ്. എനിക്ക് സന്തോഷമായിരിക്കും. എല്ലാവർക്കും നന്ദി. രവിയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നത്. അപ്പൊ അവനാണ് ഈ കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ കാശ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷന് പോവാണ്. എനിക്ക് കണ്ണാണ് വലിയ കാര്യം. അർഹതപ്പെട്ട ആനുകൂല്യത്തിനായി കാത്തിരിക്കേണ്ടി വരുന്ന നിസ്സഹായരായ നിരവധി പേരുടെ പ്രതിനിധിയാണ് കല്യാണി. എന്തിനാണ് സർക്കാർ കാര്യങ്ങളിൽ ഇത്തരം കാലതാമസമെന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരമില്ല. സേവനങ്ങൾ ലഭ്യമാക്കേണ്ട കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടാകുന്ന കാലതാമസങ്ങൾ പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധികൾ പല വിധത്തിലാണ്. തനിക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടി വന്നെങ്കിലും ആ ആനുകൂല്യം ലഭ്യമായതിൻ്റെ സന്തോഷത്തിലാണ് കല്യാണി ചേച്ചി. മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിൻ്റെ ഇടപെടൽ കൂടിയാണ് അതിന് സഹായിച്ചത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.